12 വയസ്സാണ്. അപ്പോൾ പാടിച്ചു കാസറ്റില് ഞാൻ 2 പാട്ട് പാടി ഓണ കാസറ്റില്. അത് മോഹൻ സിതാര സാറാ മ്യൂസിക്. പക്ഷെ മ്യൂസിക് ഡയറക്ടർ ആരാണ് എന്താണ് എനിക്ക് ഇതൊന്നും അറിയില്ല. ദാസേട്ടൻ കണ്ട ശേഷം ദാസേട്ടൻ മഞ്ജരിയെ വെറുതെ ഒന്ന് പാടിച്ചോ? ദാസ് അങ്കിള് ഒരു പ്രാവശ്യം ഒരു ഗുഡ് ഫ്രൈഡേയുടെ ദിവസം ഞങ്ങൾ ആക്ച്വലി ഫാമിലി ഫ്രണ്ട്സ്. അപ്പോൾ ഒരു ദിവസം അച്ഛനെ വിളിച്ച് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഞാൻ അപ്പുറത്ത് എന്തോ ഒരു ക്രിസ്തീയ ഭക്തിഗാനം പാടായിരുന്നു. അപ്പൊ അങ്കിള് കേട്ടു. ആരാ പാടുന്നതെന്ന് ചോദിച്ചിട്ട് അങ്കിള് ചോദിച്ചു മോളാണോ ഫോൺ കൊടുക്കുന്നതാണ്. എന്നിട്ട് അങ്കിൾ അതിൽ എനിക്കൊരു അതേ പാട്ടില് ചെറുതായിട്ടൊരു സംഗതി മാറ്റി പാടിച്ചു. ഞാൻ 8ൽ പഠിക്കുമ്പോഴാണ് ഇത് ഫസ്റ്റ് ടൈം റെക്കോർഡ് ചെയ്യുന്നത്. അപ്പം ഒരു പാട്ട് എങ്ങനെ പാടണം, ഇങ്ങനെ ഒരു മ്യൂസിക് ഡയറക്ടർ എന്ന് പറഞ്ഞ ഒരാളുണ്ട്, ഇതൊക്കെ ഞാൻ അറിയുന്ന പിന്നീടാണ്. മ്യൂസിക് ഡയറക്ടറുടെ പ്രാധാന്യം ഒന്നും അന്നേരം അറിയില്ല, ഒന്നും അറിയില്ല. അപ്പൊ വാക്കുകളുടെ ഉച്ചാരണം അത് കംപ്ലീറ്റ് അങ്കിൾ പറഞ്ഞു തന്നു. ഊഞ്ഞാൽ ആടുക എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ഇങ്ങോട്ട്. അപ്പൊ അതിൻ്റെയൊക്കെ കംപ്ലീറ്റ് അത് ശരിക്കും ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് ആണ്. അദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് അമേസിങ് എക്സ്പീരിയൻസ്. ദാസേട്ടന്റെ ഒരു പക്ഷേ ആ തലോടലാണ് മഞ്ജരിയുടെ പിന്നീടുള്ള സ്ഥാനലബ്ധി. അത് ഇന്നും എന്റെ കൂടെ ഉണ്ട് എന്നുള്ള ഞാൻ വിശ്വസിക്കുന്നു, ഉറച്ചു വിശ്വസിക്കുന്നു. പീഡനങ്ങൾക്ക് വിധേയമായവരുടെ മഞ്ജരി ഒരുപാട് ആ കുട്ടിയെ എവിടെയാണ് ഇപ്പം? ലാവണ്യ ബാംഗ്ലൂരിലാണ് സ്കൂൾ ചെയ്യുന്നു. നല്ല പ്രൊഫഷണൽ ഡാൻസർ ആണ്. എന്തുകൊണ്ട് മഞ്ജരി ഡാൻസ് വിട്ടു? അത് വിട്ടോ ഇപ്പോഴുണ്ടോ? അല്ല, ആക്ച്വലി ഞാൻ അരങ്ങേറ്റം വരെ എത്തി. അപ്പൊ അവിടെ ഒരു ഒരു വഴിത്തിരി വേണം, പാട്ട് വേണോ ഡാൻസ് വേണോ. അപ്പൊ അമ്മ പറഞ്ഞു പാട്ടെടുത്തു. അങ്ങനെ ആ വഴിക്ക് തിരിഞ്ഞു. ഡാൻസ് ഇഷ്ടമാണ്. പാട്ട് പാടുന്ന ഒരു നർത്തകി എന്ന് പറയുന്നത് നല്ല സവിശേഷതയുള്ള സംഭവം. രണ്ടും കൂടെ എന്തായാലും പറ്റില്ല. പാട്ട് തന്നെ വലിയ ദാസേട്ടൻ പറഞ്ഞ വലിയ സാഗരമാണ്. തീർച്ചയായിട്ടും പറയണേ കോംപ്ലിമെന്റ്സ് ആയിട്ട് ഇതൊക്കെ. മഞ്ജരി ഞാൻ ഒന്ന് തിരിഞ്ഞു നോക്കുകയാണ്. അതായത് മഞ്ജരിയുടെ ജീവിതത്തിൽ എന്താ കാരണം വെച്ചാൽ മഞ്ജരി തലപ്പറമ്പിലൊരു ജനിച്ചു, പിന്നീട് മസ്കറ്റിൽ പോയി. വലിയൊരു എന്താ പറയുക, ഈ ആൾക്കാരെന്തൊക്കെ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചാൽ പോലും വലിയൊരു ഭൗതിക സാഹചര്യമൊന്നും മഞ്ജരിക്ക് ഉണ്ടായിരുന്നില്ല. ഒരു സാധാരണ ഒരു കുടുംബത്തിൽ ജനിച്ച്, ഇടത്തരം കുടുംബത്തിൽ ജനിച്ച്, എന്നാൽ കഠിനാധ്വാനം കൊണ്ട് മാത്രം ഈ രംഗത്തേക്ക് വന്ന ഒരാളായിട്ടാണ് ഞാൻ മഞ്ജരിയെ കാണുന്നത്. തുടക്കത്തിൽ ഗോഡ് ഫാദേഴ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല, ഇപ്പോഴും ഇല്ല. പിന്നീട് ഒരുപാട് ആൾക്കാർ ഓക്കെ MA-ക്ക് പഠിക്കുന്ന അവസരത്തിൽ 2 സെമസ്റ്ററിലെ പാഠങ്ങൾ ഒരുമിച്ച് പഠിക്കണമെന്ന് വന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിൽ വന്നപ്പോഴാണ് പിന്നെ ഞാൻ രണ്ടാമതായിട്ട് കാണുന്നത്. അന്ന് ഈ 20 ദിവസമേ ഉള്ളൂ പരീക്ഷയ്ക്ക്. പക്ഷേ 2 സെമസ്റ്ററിൽ പഠിപ്പിച്ച് തീർക്കാൻ പറ്റുമോയെന്ന് എനിക്ക് പറഞ്ഞുകൂടാ, പഠിച്ചെടുക്കാൻ മഞ്ജരിക്ക് പറ്റുമോയെന്നും അതും എനിക്ക് സംശയമായിരുന്നു. പക്ഷേ എങ്ങനെയോ ആ 20 ദിവസം കൊണ്ട് 2 സെമസ്റ്ററിലെ പാഠങ്ങളും പഠിച്ചു. അതിൽ ഒരു റാങ്കും കരസ്ഥമാക്കുവാൻ കഴിഞ്ഞു എന്നാണ് ഞാൻ അറിഞ്ഞത്. അതല്ല സർ, ഞാൻ ആസ് എ പേഴ്സൺ മസ്കറ്റിൽ നിന്ന് ഞാൻ നാട്ടിൽ വന്ന സമയത്ത് എനിക്കൊരു കൾച്ചറൽ ഷോക്കായിരുന്നു. കാരണം ഞാൻ വളർന്ന സാഹചര്യം ടോട്ടലി ഡിഫറെൻ്റ് ആണ്. അവിടെ എല്ലാവരും വളരെ റിസർവ്ഡ് ആണ്, വളരെ അങ്ങനെ ഈ നമ്മൾ സംസാരിക്കുമ്പം പോലും ഇപ്പം ഐ വിൽ കോൾ യു, ഞാനിപ്പോൾ മസ്കറ്റിലാണെങ്കിൽ ഐ വിൽ കോൾ യു യെസ് മിസ്റ്റർ ബ്രിട്ടാസ്, ഹൗ ആർ യു, അങ്ങനെ ഞാൻ സംസാരിക്കുക. പക്ഷെ ഇവിടെ ഇപ്പം ഞാൻ ഒരാളെടുത്ത് വന്നിട്ട് യെസ് മിസ്റ്റർ ബ്രിട്ടാസ് ഹൗ ആർ യു എന്ന് പറഞ്ഞാൽ അത് അവർ അഹങ്കാരമായിട്ടാണ് എടുക്കുക. പക്ഷെ ഇതിലൊക്കെ ഇടയ്ക്ക് മഞ്ജരി ഒന്ന് പകച്ചു പോകില്ലേ? എനിക്കൊന്നൊരു മേക്ക് ഓവർ വേണ്ടി വരും. അച്ഛനും അമ്മയും അഡ്വൈസ് ചെയ്യാറില്ലേ? അല്ല, എൻ്റെ അടുത്ത് ഇനീഷ്യലി ഇപ്പം പൊതുവെ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ പ്രിറ്റൻഡ് ചെയ്യില്ല, എനിക്ക് പ്രിറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. എന്ന് വെച്ചാൽ വെറുതെ ഒരാളെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കാൻ എനിക്ക് പറ്റില്ല. എൻ്റെ സമീപനം ഈസ് വെരി ജെന്യുവൻ. ഞാനിപ്പോൾ സാറിൻ്റെ അടുത്ത് സംസാരിക്കുമ്പം ഐ എം വെരി ഫ്രാങ്ക്. ഞാൻ ഒരു കാര്യം ഒളിച്ചു വെച്ചുകൊണ്ട് ഞാൻ വേറൊരു ഫേസ് കാണിച്ചുകൊണ്ട് സംസാരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. കാരണം അങ്ങനെയല്ല, ഞാൻ ഐ ഹവ് നോട്ട് ബീൻ ബ്രോട്ട് അപ്പ് ലൈക്ക് ദാറ്റ്. കംഫർട്ടബിൾ അല്ലാത്ത അങ്ങനെ ഞാൻ ആലോചിച്ചിട്ടില്ല. ഞാൻ സത്യം പറയാം, ഞാനൊരു പേരോട് വഴക്കുണ്ടാക്കിയിട്ടുണ്ട്. ഞാനോ വഴക്കുണ്ടാക്കിയിട്ടില്ല, അടി ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ ഒരു പ്രാവശ്യം അടി ഉണ്ടാക്കിയിട്ടുണ്ട്. ആരോടാണ്? അത് ഞാൻ പറയില്ല. സത്യമേ പറയൂ. സത്യം പറയും, പക്ഷെ കള്ളം പറയില്ല.
അല്ല ഞാൻ ചോദിക്കുന്നത്, ഞാൻ വളരെ ഓണസ്റ്റ് ആണ്, ഞാൻ ബോൾഡ് ആണ്, എനിക്ക് ഉള്ളത് പറയൂ എന്നൊക്കെ പറഞ്ഞു വലിയ ഝാൻസി റാണിയെ പോലെ ഇരുന്നിട്ട് ഇപ്പൊ നോക്ക് ഇങ്ങനെ പോകുന്നു. ഇത്രേ ഉള്ളൂ ഈ വീരശൂര പരാക്രമം.